നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ വയ്ക്കോ. അപ്പൊ പാറുവിനെ തനിച്ചാക്കി ഞങ്ങൾ എങ്ങനെ പോവാ? പാറുവിനോട് എനിക്ക് സംസാരിക്കാനുണ്ട്. പ്രിയഞ്ചേട്ട സംസാരിച്ചോ? ഞങ്ങളിവിടെ നിന്നോളാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞാ മനസ്സിലാവില്ലേ? വയ്ക്കോ. പാടി. എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. പ്രിയഞ്ചേട്ടാ, ഗന്ധർവനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നതും ചോദിക്കുന്നതൊന്നും പ്രിയഞ്ചേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഗന്ധർവനെ കുറിച്ച് ഞാനിനി ഒന്നും പറയില്ല. പ്രിയഞ്ചേട്ടനോട് ഒന്നും ചോദിക്കില്ല. ഞാൻ പ്രിയഞ്ചേട്ടനോട് മിണ്ടുന്നത് പോലും പ്രിയഞ്ചേട്ടന് ഇഷ്ടമല്ലെങ്കിൽ പ്രിയഞ്ചേട്ടൻ്റെ അടുത്ത് വരാതെ ഞാൻ മാറി നടന്നോളാം. പ്രിയഞ്ചേട്ടൻ കമ്പനിയിൽ വരണം. കാല് പിടിച്ച് അപേക്ഷിക്കുന്ന പോലെ ഞാൻ അപേക്ഷിക്കുക. ഒരു കാര്യം തന്നെ എത്ര തവണ പറയണം നിന്നോട്? എത്ര തവണ പറഞ്ഞിട്ട് നിനക്കെന്താ മനസ്സിലാവാത്തത്? വീട്ടിൽ പോലും സ്വയം തരില്ലെന്ന് വെച്ചാ? നിന്റെ സന്തോഷത്തിന് വേണ്ടി പുതിയ ജോലി വിട്ട് ഞാൻ ആ കമ്പനിയിലേക്ക് തിരിച്ചു വരണോ? ഞാൻ നിന്റെ സന്തോഷമാണോ നോക്കേണ്ടത് അതോ എന്റെ സന്തോഷമാണോ നോക്കേണ്ടത്? പറ. ഞാൻ ഇനി ആ കമ്പനിയിലേക്കില്ല. ആരെങ്കിലും വന്ന് തിരിച്ചു വിളിക്കുമെന്നും തിരിച്ചു വിളിക്കുമ്പോ വീണ്ടും ആ കമ്പനിയിലേക്ക് പോവാമെന്നും തീരുമാനിച്ചിട്ടല്ല ഞാൻ ആ രാജിക്കത്ത് നൽകിയത്. ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇനി ആ കമ്പനിയിലേക്ക് പോവില്ല. ഇതെന്റെ ഉറച്ച തീരുമാനം തന്നെയാ. ഇതുപോലെ വീണ്ടും വന്ന് നീ എന്നെ ശല്യം ചെയ്യരുത്. ഇതെന്റെ റിക്വസ്റ്റാ. എന്നെ എങ്ങനെയെങ്കിലും കമ്പനിയിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന് നീ പറഞ്ഞപ്പോ ജയന്തിയും സൗന്ദര്യയും നിന്നോടൊപ്പം വന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. പ്രിയനെ കമ്പനിയിലേക്ക് തിരിച്ചു വിളിക്കാനാണെന്ന് പറഞ്ഞ അവര് മാത്രമല്ല എല്ലാരും വരും. അതെന്തുകൊണ്ടാണെന്നറിയോ? അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ജീവിച്ചതുകൊണ്ടാ. ഇനി മുതല് ഞാൻ എനിക്ക് വേണ്ടിയാ ജീവിക്കാൻ പോകുന്നത്. അതുപോലെ നീ നിനക്ക് വേണ്ടി ജീവിക്ക. എനിക്ക് വേണ്ടിയല്ലല്ലോ, നിന്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ നീ ഈ ടൗണിലെ ജോലിക്ക് വന്നത്. അവർക്ക് വേണ്ടി ജീവിക്ക. ഇരുട്ടിയ നേരത്തെ നട റോഡിൽ വന്ന് എന്നോട് കെഞ്ചുന്നു. എന്തിന്? ഞാൻ ആ കമ്പനി വിട്ടു പോയാൽ നിനക്കെന്താ നഷ്ടം? ഞാൻ ആ കമ്പനിയിലേക്ക് തിരിച്ചു വന്നാ നിനക്കെന്താ നേട്ടം? എന്നോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ എനിക്കിത് സ്നേഹമായിട്ടല്ല തോന്നുന്നത്, ശല്യമായിട്ടാ തോന്നുന്നത്. ഞാൻ അവസാനമായിട്ട് പറയുക, ദൈവത്തെ ഓർത്ത് നീ ഇനി എന്റെ മുന്നിൽ വരരുത്. എന്റെ നല്ലതിനും നിന്റെ നല്ലതിനും വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. നീ നിന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ. പ്രിയഞ്ചേട്ടാ,